ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കക്ക ഫ്രൈ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കക്ക ക്ലീൻ ചെയ്തെടുക്കാം. എനിക്കിവിടെ തൊണ്ട് കളഞ്ഞ കക്കയാണ് കിട്ടിയിട്ടുള്ളത്. കക്കയിൽ ഒരുപാട് മണ്ണുണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഒരു 7-8 തവണ ഇതുപോലെ കഴുകിയെടുക്കാം. കക്കയെല്ലാം ഞാനിവിടെ വാഷ് ചെയ്ത് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മസാല എല്ലാം തേച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ കക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കക്ക ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. കക്ക ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മൂടി വെച്ച് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. കക്ക എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 1/2 കപ്പ് തേങ്ങ, 5-6 ചുവന്നുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടി ഒന്ന് ചതക്കിയെടുക്കാം. കൂടുതൽ അരഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ഇനി നേരത്തെ കക്ക ഫ്രൈ ചെയ്ത അതേ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നേരത്തെ ചതക്കി വെച്ച തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കക്ക ചേർത്ത് കൊടുക്കാം. കക്ക ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും കക്കയും നന്നായി മിക്സ് ചെയ്ത് കിട്ടണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ.
തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഫ്രൈ റെഡി. ഇത് വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്